IPL മാച്ച് നമ്പർ 8 ഇന്നലെ അവസാനിച്ചപ്പോൾ CSK പരാജയപ്പെടുത്തി RCB തുടർച്ചയായ രണ്ടാം വിജയം നേടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് നേടി CSK ബൗളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ സോളിഡായ സ്റ്റാർട്ടായിരുന്നു RCBക്ക് ലഭിച്ചത്. സോൾട്ട് അഗ്രസീവായി തന്നെ ബാറ്റ് വീശിയപ്പോൾ കോഹ്ലി ടൈമിങ്ങിന് വേണ്ടി ചെറുതായി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. സോൾട്ട് 5-ാം ഓവറിൽ പുറത്തായപ്പോൾ 56-1 എന്ന നിലയിലായിരുന്നു പവർ പ്ലേ RCB അവസാനിപ്പിച്ചത്. ശേഷം സ്പിന്നേഴ്സിനെ നന്നായി അറ്റാക്ക് ചെയ്യുക എന്ന സ്ട്രാറ്റജി വന്നവരെല്ലാം തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പട്ടിദാർ, പടിക്കൽ എന്നിവരായിരുന്നു മെയിനായി സ്പിന്നേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയത്. പതിരാനിയുടെ ബൗൺസർ ഹെൽമെറ്റിൽ കൊണ്ടതിനു ശേഷം കോഹ്ലി റിപ്ലൈ കൊടുത്ത 4ഉം 6ഉം ഒഴികെ വിക്കയുടെ ഇന്നിംഗ്സ് ഒട്ടും ഡോമിനന്റ് ആയി കാണപ്പെട്ടിരുന്നില്ല. ലഭിച്ച ചാൻസസ് പട്ടിദാർ പ്രോപ്പറായി യൂസ് ചെയ്ത് 32 പന്തിൽ 51 നേടി ക്യാപ്റ്റൻ സ്നോക്ക് കാഴ്ചവെച്ചിരുന്നു. ഡെത്ത് ഓവേഴ്സിൽ ഒരു കൊളാപ്സ് വന്നെങ്കിലും ടിം ഡേവിഡിന്റെ ഹാട്രിക് 6 അടങ്ങുന്ന ഫിനിഷ് വന്നതോടെ 196 എന്ന വളരെ മികച്ച സ്കോറാണ് ചെപ്പോക്കിൽ RCB നേടിയത്. CSK നോക്കിയാൽ ഗായക്വാഡ് ബൗളേഴ്സിനെ റൊട്ടേറ്റ് ചെയ്ത രീതി അത്ര ഇംപ്രസീവായി തോന്നിയില്ല. പിച്ച് കഴിഞ്ഞ മത്സരത്തിനേക്കാളും ബെറ്റർ ആണ് എന്ന് ഗായക്വാഡ് ടോസിന്റെ സമയത്ത് പറഞ്ഞതിന് ശേഷമാണ് 2-ാം ഓവറിൽ അശ്വിനെ കൊണ്ടുവന്ന് 16 റൺസ് വഴങ്ങിയത്. 6-ാം ഓവറിൽ ലെഫ്റ്റ് ഹാൻഡറായ പടിക്കൽ ക്രീസിൽ നിൽക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെതിരെ നല്ല റെക്കോർഡുള്ള അശ്വിനെ കൊണ്ടുവരാതെ ലെഫ്റ്റ് ഹാമറായ ജഡേജയെ കൊണ്ടുവന്ന് 15 റൺസായിരുന്നു വഴങ്ങിയത്. എപ്പോഴും പടിക്കലിനെ ഫേവർ ചെയ്യുന്ന ഒരു റോങ് മാച്ചപ്പ് ആയിരുന്നു അത്. ഇത് മനസ്സിലാക്കി ജഡേജയുടെ ഓവർ അഗ്രസീവായി തന്നെ നേരിടാനും പടിക്കൽ ഇന്നലെ ശ്രമിച്ചിരുന്നു. തൊട്ടടുത്ത ഓവറിൽ അശ്വിൻ വന്നപ്പോൾ പടിക്കൽ ഔട്ടാവുകയും ചെയ്തിരുന്നു. ശേഷം 2 റൈറ്റ് ഹാൻഡേഴ്സ് ക്രീസിൽ വന്നപ്പോൾ ഉടനെ തന്നെ ജഡേജയെ കൊണ്ടുവരാതെ പതിരാനിയുടെ പേസ് ആയിരുന്നു ഗായക്വാഡ് ഓപ്റ്റ് ചെയ്തത്. 3 ഓവർ കഴിഞ്ഞ് ജഡേജയെ കൊണ്ടുവന്നപ്പോൾ കറക്റ്റ് ആ ഓവറിൽ തന്നെ ഒരു ഈസി ചാൻസ് ജഡേജ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അത് ഹൂഡ ഡ്രോപ്പ് ആക്കിയതോടെ ഗെയിം CSKയുടെ കയ്യിൽ നിന്നും വഴുതി തുടങ്ങി. ഓവറോൾ 100 ഒഴികെ ബാക്കി 2 സ്പിന്നേഴ്സിനെയും ഗായക്വാഡ് യൂസ് ചെയ്ത രീതി കോസ്റ്റ്ലിയായി തന്നെ കാണപ്പെട്ടിരുന്നു. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 196 എന്ന സ്കോറും 2-ാം ഓവറിൽ ഹേസൽവുഡ് ഗായക്വാഡിന്റെ വിക്കറ്റും നേടിയതോടെ 70% ഗെയിം അവിടെ തന്നെ RCB സീൽ ചെയ്തിരുന്നു. പവർ പ്ലേയിൽ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പോലും ശ്രമിക്കാതെ 30-3 ആയിരുന്നു CSKയുടെ സ്കോർ. മിഡിൽ ഓവേഴ്സിലും കാര്യമായി ഇന്റന്റ് ഇല്ലാതെ വന്നതോടെ കൃത്യമായ ഗ്യാപ്പിൽ വിക്കറ്റ് വീഴുകയും ചേസ് എവിടെയും എത്താതെ തപ്പിത്തടഞ്ഞു പോവുകയുമാണ് ചെയ്തത്. ബേസിക്കലി ജയിക്കാനുള്ള യാതൊരു ഇന്റൻഷനും CSK കാണിക്കാതെ തോൽവി ഉറപ്പിച്ച് കളിക്കുന്നത് പോലെയാണ് ഗായക്വാഡിന്റെ വിക്കറ്റ് മുതൽ കണ്ടത്. CSKയുടെ ഈ വർഷത്തെ സ്ക്വാഡ് റിവ്യൂ ചെയ്തപ്പോൾ ബാറ്റിംഗിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ സെയിം ഇഷ്യൂ ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൂഡ, ത്രിപാഠി, കരൺ തുടങ്ങി ഔട്ട് ഓഫ് ഫോം താരങ്ങൾ ബാറ്റിംഗിൽ വരുമ്പോൾ അവരുടെ ബാറ്റിംഗ് ഓട്ടോമാറ്റിക്കായി ഗായക്വാഡ്, രജിൻ, ദൂബെ തുടങ്ങി 3 പേരിലേക്ക് ചുരുങ്ങി പോകുന്നുണ്ട്. എല്ലാ ടീമുകളും അഗ്രസീവായി യുവതാരങ്ങളെ കളിപ്പിക്കുമ്പോൾ വെറുതെ കൊടുത്താൽ പോലും ഒരു ടീമും എടുക്കാത്ത ഹൂഡയൊക്കെയാണ് CSKയുടെ ചോയ്സ്. MI ആയിട്ടുള്ള ഫസ്റ്റ് ഗെയിമിലും ഗായക്വാഡും രജിനും ഒഴികെ ബാറ്റിംഗ് നിര ഇതേ അവസ്ഥ തന്നെയായിരുന്നു. RCBയിലേക്ക് വന്നാൽ വളരെ ബെറ്ററായി തന്നെ ക്യാപ്റ്റൻസി പട്ടിദാർ കാഴ്ചവെച്ചിരുന്നു. ഫീൽഡ് പ്ലേസ്മെന്റിൽ അഗ്രസീവായ സ്ലിപ്പ്, ദൂബയ്ക്കെതിരെ ഷോർട്ട് ലെഗ്, ധോണിക്കെതിരെ സ്ലിപ്പും ഷോർട്ട് ലെഗും, അങ്ങനെ ഗെയിമിന്റെ പല ഘട്ടത്തിലും പുതിയ ബാറ്റേഴ്സ് ക്രീസിലേക്ക് വരുമ്പോൾ അറ്റാക്കിംഗ് ആകാൻ പട്ടിദാർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി ലെഫ്റ്റ് ഹാൻഡേഴ്സ് കൂടുതലുള്ള CSK ബാറ്റിംഗിനെതിരെ ലെഫ്റ്റ് ഹാമറായ കൃണാൽ പാണ്ഡ്യയെ 15-ാം ഓവർ വരെ ഉപയോഗിച്ചില്ല എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു മാച്ചപ്പായിരുന്നു. പകരം റൈറ്റ് ഹാൻഡറായ ലിവിങ്സ്റ്റന്റെ സ്പിന്നായിരുന്നു പവർ പ്ലേ കഴിഞ്ഞ് ഉപയോഗിച്ചത്. ഇത് ഇംപ്രസീവ് തന്നെയായിരുന്നു. എല്ലാ ലെഫ്റ്റ് ഹാൻഡേഴ്സും ഔട്ടായ ശേഷമാണ് കൃണാൽ പന്തെറിയാൻ എത്തിയത്. ഹേസൽവുഡ്, യാഷ് എന്നിവരുടെ സ്പെൽ ടോപ്പ് ക്ലാസ് ആയിരുന്നു. ഓവറോൾ ഒരു ഗ്രേറ്റ് ഗെയിം തന്നെ RCBക്ക് ഇന്നലെ കിട്ടി. 2008 ശേഷം ആദ്യമായിട്ടാണ് ചെപ്പോക്കിൽ RCB CSKയെ പരാജയപ്പെടുത്തുന്നത് എന്ന പ്രത്യേകത കൂടി ഈ ഗെയിമിനുണ്ട്. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത RCB പട്ടിദാറിന്റെ പിൻബലത്തിൽ 196 ആയിരുന്നു നേടിയത്. മറുപടി ബാറ്റിംഗിൽ രജിൻ 41ഉം ധോണി 30 നേടിയപ്പോൾ 146 മാത്രമേ നേടാൻ CSKയ്ക്ക് സാധിച്ചുള്ളൂ. 50 റൺസിന്റെ തകർപ്പൻ വിജയമാണ് RCBക്ക് കിട്ടിയത്.